ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. അപ്പോൾ അതാ ഇന്ന് മക്കളൊക്കെ ഉണ്ടിട്ട് ഇന്ന് കർക്കിടവാവല്ലേ, അവധിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓണമൊക്കെ വരാറായി. അപ്പം നമുക്ക് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയുള്ള പൂവേ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി എല്ലാം മുട്ടൊക്കെയായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വളവും കൂടെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താലേ പെട്ടെന്ന് നന്നായിട്ട് കയറി വരുമല്ലോ. ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അതിനുള്ളൊരു പ്രിപ്പറേഷൻ ആട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ കാടൊക്കെ ഒന്ന് പറിച്ച് കുറച്ച് വളം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. അല്ലേ പൊന്നൂസ? അതേ പൊന്നൂസ ഒക്കെ എവിടെയുണ്ട്? പൊന്നൂസക്ക് കാട് പറയാ എഗ്ഗിനുണ്ട്. പൊന്നൂന് എത്തണ മറച്ചാൽ മതിയേ. പുല്ല് കൂട്ടി വെക്കണം കേട്ടോ. എഡ്മിൻകുട്ടനെ കയ്യാൽ മുള്ളു കുത്തിക്കാറല്ലേ? മുള്ളൊക്കെ ഉണ്ടെങ്കിൽ കമ്പോ എന്തെങ്കിലും പൊന്നൂസേ സൂക്ഷിച്ചിട്ടാ. കൂട്ടി വയ്ക്കും. ഇത് നമ്മുടെ ഡബിൾ ഷെയ്ഡ് റോസ് വെക്കാറുണ്ട് കേട്ടോ. ഡബിൾ ഷെയ്ഡ് മഞ്ഞയും ചുവപ്പൊക്കെ ആയി വന്നത് കണ്ടോ. അതൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി, ഭയങ്കര മഴയല്ലായിരുന്നു അതുകൊണ്ട്. ഇത് നമ്മുടെ ബോൾസ് കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് അത്തപ്പൂക്കൾ ഉണ്ടാക്കാൻ ബോൾസിൻ്റെ പൂവൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയല്ലേ, പെട്ടെന്ന് ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ മുട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പറിച്ച് ഫുള്ളായിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ ചാടി ഉണ്ടാവണേ. എന്നാലും ഞാനത് പറിച്ച് കളഞ്ഞിട്ടില്ല, കാരണം ഇതിൻ്റെ പൂവ് ഒന്ന് ആയി കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനൊക്കെ പൂവ് ആയി കഴിഞ്ഞൊന്ന് നീറ്റാക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ മാറ്റി വയ്ക്കാം. മാസം കാണാൻ നല്ല രസമില്ലേ? മാസം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒത്തിരി മഴവെള്ളമൊക്കെ ചാടിയേ അതായത് പെട്ടെന്ന് പാടെ മാഞ്ഞു പോകുന്ന ഒരു സാധനം കേട്ടോ. നല്ല ഭംഗിയുണ്ട്, പല വെറൈറ്റീസൊക്കെ ഉള്ളപ്പോഴേ നല്ല ഭംഗിയാണ്. പക്ഷെ പെട്ടെന്ന് അതങ്ങ് മാഞ്ഞു പോകണല്ലേ അങ്ങ് പോകും. ഇവിടെയൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടി അതൊന്ന് ഞാൻ മാറ്റി വെച്ചത്. ഉണ്ടോ എൻ്റെ റോസ് നോക്കി, എൻ്റെ കളറ് കണ്ടോ. പക്ഷെ ഇത് ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ പുഴു എന്തോ ആക്കിയിട്ട് കുറച്ച് കട്ടായി പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഴയല്ലായിരുന്നോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ റോസിന് ചെടികൾക്കൊക്കെ വെളുത്തുള്ളി പൊടിയിലൊക്കെ കളിക്കാറുണ്ട്. അമ്മ എടുത്ത് വെച്ച് തരണം. അപ്പം മഴയായോണ്ടേ കൊതു വലിച്ചെടുത്തോണ്ട് പോകുന്ന നോക്കി. അപ്പോൾ മഴയായതുകൊണ്ട് ഇത് തളിക്കാൻ പറ്റിയില്ല. തളിച്ചു, പക്ഷേ ആ മഴയത്ത് അതിൻ്റെ ഇലയിൽ അങ്ങനെ ഉണങ്ങിയിരിക്കണില്ലല്ലോ, മഴയത്ത് പോകുമല്ലോ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് അയ്യോ അവിടെ മണ്ണ് ചാടിക്കില്ലേ മോനെ മിറ്റിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അത്ര സ്യൂട്ടായില്ല. അതുകൊണ്ട് പുഴുവൊക്കെ കയറി, റോസയിലൊക്കെ പുഴുവൊക്കെ കയറിയതാ. ഇവിടെയൊക്കെ റോസ് മുട്ട് ഇവിടെ ഒക്കെ കളഞ്ഞിട്ടുണ്ട്. അതാണ് മഴയായതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം വന്നത്. അപ്പോൾ ഈ റോസൊക്കെ ഈ മഴക്കാലത്ത് ഇങ്ങനെ ഫുള്ള് മുട്ടൊക്കെ ഇടാനുള്ള കാരണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെടികൾക്കൊക്കെ ഇടണ വളങ്ങളൊക്കെ, റോസിനൊക്കെ പ്രത്യേകം ചെയ്യുന്ന വളങ്ങളൊക്കെ ഏതൊക്കെയാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്നോടെ ഞാൻ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ എത്ര നേരം വലിയ വെയിൽ തെളിഞ്ഞിരുന്നു, ആദ്യം പെട്ടെന്ന് മഴക്കാറ് വെച്ച് കയറിയിട്ടും. അപ്പോൾ മഴയ്ക്ക് മുമ്പ് വേഗം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേരും കൂടെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഈ സൈഡ് പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളം ഇടുക, മഴ പെയ്തു തുടങ്ങി. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും കൂടെ ആയിട്ട് ഇടണേ. മഴയല്ലേ, അതുകൊണ്ട് ഞാൻ സാധാരണ ചാണകം കലക്കി ഒഴിക്കുക ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അത് അങ്ങനെ മഴ ഈ മാതിരി നിൽക്കുമ്പോഴേ കലക്കി ഒഴിക്കുമ്പോൾ പൊള്ളില്ല. അതുകൊണ്ട് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഓണാകുമ്പോഴത്തേക്ക് ഒരു അത്തപ്പൂക്കളം റെഡിയാക്കണം നമുക്ക്. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആട്ടോ. അതിനുള്ള പൂക്കൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി പിള്ളേർക്കും അത് തന്നെ ഉണ്ടോ. പിള്ളേരും അതിനുള്ള ഇത് തന്നെ കേട്ടോ. ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവരും പുല്ല് പറിക്കാനും മണ്ണ് മാറ്റാനും എല്ലാത്തിനുമായിട്ട് 2 പേരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്ത് തുടങ്ങിയതാണ് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ സൈഡ് ഗാർഡൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ പറിച്ച് വളമൊക്കെ ഇട്ടിട്ടുണ്ട്. അതേ അന്നേരത്തേക്ക് മഴയും പെയ്തു. കയറിക്കാൻ ഓക്കെ.